ഈ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയിൽ വിദ്യാർത്ഥികൾ ഇപ്പോഴും 45 സ്റ്റേറ്റുകളിലായി 140ഓളം ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെയായി പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൗസർ, ഈ പോലീസിനെയൊക്കെ ഉപയോഗിച്ച് ഇവരെ അടിച്ചമർത്താം എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളും നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ഒരു അതിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ പറയുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ 1968 ഈ വിയറ്റ്നാം യുദ്ധ സമയത്തുണ്ടായ 80കളിൽ ആൻറ്റി അപ്പാർത്തൈഡിനെതിരായിട്ടുണ്ടായ ആ ഒരു കാറ്റഗറിയിലെ മൂന്നാമത്തെ മേജർ ഇവൻ്റ് എന്നുള്ള നിലക്കാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ലോകത്തെല്ലായിടത്തും മാധ്യമങ്ങളിലും ഈ ബുദ്ധിജീവികളൊക്കെ അതിനെ വിശകലനം ചെയ്യുന്നത്. പക്ഷെ അതേക്കാൾ ഇതിനുണ്ടായ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വിയറ്റ്നാം യുദ്ധത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഈവൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും എല്ലാം പടരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അവർ ടെൻറ്റ് കെട്ടി സമരം ആരംഭിച്ചു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ടെൻറ്റ് കെട്ടി സമരം ആരംഭിച്ചു. പക്ഷേ അവിടെ അമേരിക്കയിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടനിൽ പോലീസ് ഭരണകൂടം ഇതിനെതിരെ ഈ പറയുന്നൊരു ക്രാക്ക് ഡൗൺ സമീപനം സ്വീകരിക്കുന്നില്ല. വളരെ സൗഹാർദ്ദപൂർണ്ണമായിട്ടാണ് അവിടെയുള്ള ഓക്സ്ഫോർഡിലാണെങ്കിലും കാംബ്രിഡ്ജിലാണെങ്കിലും പോലീസും ഭരണകൂടവും അതിനോട് ഇടപഴകുന്നതെന്ന് മാത്രമല്ല ചില യൂണിവേഴ്സിറ്റികൾ ഇതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ വന്ന വേറൊരു വാർത്ത, അയർലൻഡിലെ ട്രിനിറ്റി കോളേജ്, ഹോളി ട്രിനിറ്റി കോളേജ് ഡബ്ലിനിൽ വളരെ പ്രസിദ്ധമല്ല, ഓക്സ്ഫോർഡിനും പോലെയോ കാംബ്രിഡ്ജ് പോലെയോ യൂറോപ്പിൽ ശ്രദ്ധിക്കപ്പെടുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജാണ് ഈ ഹോളി ട്രിനിറ്റി കോളേജ് എന്ന് പറയുന്നത്. ഇവർ വിദ്യാർത്ഥികളുടെ ഡിമാൻഡ് അംഗീകരിച്ചു. അത് നമ്മൾ കാണണം. ഈ വിദ്യാർത്ഥികളെല്ലാം ഉയർത്തുന്ന ഒരു ഡിമാൻഡ്, ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്താണെന്നറിയോ? ഈ ക്യാമ്പടിച്ച് സമരം ചെയ്യുന്നതിന് അവർ ഉയർത്തുന്ന ഒരു ലോക്കൽ ഡിമാൻഡുണ്ട്. അവരതിനെ ഒരു വാചകത്തിലാണ് ഡൈവേഴ്സ്ഡ് അപ്പാത്തീഡ് എന്നാണ് അവർ പറയുന്നത്. അപ്പാത്തീഡ് എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിനെ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്നല്ല പറയേണ്ടത്, അതൊരു അപ്പാത്തീഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഡൈവേഴ്സ്റ്റ് ചെയ്യുക, നിക്ഷേപങ്ങൾ പിൻവലിക്കുക. ഇപ്പോൾ ഇസ്രായേൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് നമുക്കൊരു അക്കാഡമിക് കൊലാബറേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ടെലവീവ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ചെയർ നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെലവീവ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു കൊലാബറേഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അക്കാഡമിക് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്രായേലി കമ്പനികളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അവരുടെ ഫണ്ട്, അവരുടെ ഡൊണേഷൻ, അവരുടെ സ്പോൺസർഷിപ്പ്, ആ നിലക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും സ്വഭാവത്തിലുള്ള എൻഗേജ്മെൻറ്റോ കൊളാബറേഷനോ ഏതെങ്കിലും ഇസ്രായേലി എൻറ്റിറ്റിയുമായിട്ട് ഉണ്ടെങ്കിൽ ഉണ്ട്, ഈ സ്ഥാപനങ്ങൾക്കെല്ലാം ഉണ്ട്, അത് അവസാനിപ്പിക്കുക. എന്നുവെച്ചാൽ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട കമ്പനികൾക്ക് സ്റ്റേക്കുള്ളതാണ് അമേരിക്കയിലെ ഒരുപാട് യൂണിവേഴ്സിറ്റികളും കോളേജുകളും. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുണ്ട്, ഡോണേഴ്സ് ഉണ്ട്, ഈവൻ ഡയറക്ടർ ബോർഡിൽ തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള ഒരു പരിപാടിയും പറ്റില്ല. ഡൈവേഴ്സ്ഡ് അപ്പാത്തീഡ്, ഇതാണ് ഇവർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അമേരിക്കയിലെ തന്നെ 1-2 യൂണിവേഴ്സിറ്റികൾ അത് അംഗീകരിച്ചു, ഇസ്രായേലുമായുള്ള ബന്ധങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എൻക്യാമ്പ്മെൻറ്റ് ഈ ക്യാമ്പുകളെല്ലാം കുട്ടികൾ തന്നെ പൊളിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ അവരെന്ത് ചെയ്യുന്നു? ഫലസ്തീൻ അനുകൂല സോളിഡാരിറ്റി പ്രൊട്ടസ്റ്റുകൾ എല്ലാ ദിവസവും വൈകുന്നേരം നടത്തുകയും ചെയ്യുന്നു. എന്നുവെച്ചാൽ ഗസ മോചിപ്പിക്കപ്പെടുന്നത് വരെ ഞങ്ങൾ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഇത് നോക്കൂ ധന്യ, ഇത് അസാധാരണമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ അശുഭചിന്തകളും ഒഴിഞ്ഞു പോകുന്ന ഒരു സന്ദർഭമാണ്. എങ്ങാണ്ടോ കിടക്കുന്ന ഒരു പ്രദേശത്തെ ആരാലും ശ്രദ്ധിക്കപ്പെടാനില്ലാത്തൊരു ജനതയ്ക്ക് വേണ്ടി ഈ എലീറ്റ് സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളെന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും എലീറ്റ് സ്ഥാപനങ്ങളാണ്. ഏറ്റവും സമ്പന്നരായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന, ഏറ്റവും ഇൻ്റലിജൻ്റായ കുട്ടികൾ പഠിക്കുന്ന, വളരെ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കേണ്ട സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കൊളംബിയ യൂണിവേഴ്സിറ്റി, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ലോകത്ത് അമേരിക്കൻ ലീഡർഷിപ്പ്, അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആവട്ടെ, മിലിറ്ററി ലീഡർഷിപ്പ് ആവട്ടെ, അവിടുത്തെ അക്കാഡമിക് ലീഡർഷിപ്പ് ആകട്ടെ, അതിൽ ഏറ്റവും ക്രീമായിട്ടുള്ള ആളുകളെ നിരന്തരം സംഭാവന ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അത്രയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. അവരുടെ ഗ്രാജുവേഷൻ സെറിമണി നിർത്തിവെക്കേണ്ടി വരുന്നു, ക്ലാസ്സുകൾ നിർത്തിവെക്കേണ്ടി വരുന്നു, ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് പോകേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത് നോക്കൂ, പുതിയ തലമുറയിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്ന സന്ദേശമാണ് നൽകുന്നത്. എന്ന് മാത്രമല്ല ഇപ്പോൾ സംഭവിക്കുന്നത്, ഇപ്പോൾ
ഇന്നലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ അലുമിനി അവരുടെ പൂർവ്വ വിദ്യാർത്ഥികളൊരു ഒരു സംഘടന രൂപീകരിച്ചു, ഒരു ഒപ്പുശേഖരണം തുടങ്ങി. എന്താണ് ഞങ്ങളുടെ കുട്ടികളുടെ സമരത്തോടൊപ്പമാണ് അവരോട് സോളിഡാരിറ്റി പ്രഖ്യാപിക്കുന്നു. 7000-ലധികം ആളുകളാണ് ഒരൊറ്റ ദിവസം കൊണ്ട് അതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരുമായിട്ടുള്ള ആളുകൾ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെയും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെയും പൂർവ്വ വിദ്യാർത്ഥികൾ സമാനമായ അവരുടെ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും സമാനമായ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ഞാൻ എൻ്റെ പട്ടാളക്കാർ എൻ്റെ കുട്ടികളെ വിട്ട് എന്താണ് ഗോ സ്മാഷ് ഫിനിഷ് 3 ദിവസം കൊണ്ട് പരിപാടി തീർത്ത് പോരാം എന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു നെതന്യാഹു. പക്ഷെ നോക്കൂ, ധാർമ്മിക ബോധമുള്ള, നീതിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു തലമുറ ഈ ലോകത്ത് ഇപ്പോഴും സജീവമായി ഉണർന്നിരിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് അങ്ങേയറ്റത്തെ ശുഭവാർത്ത നൽകുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഗസയ്ക്ക് വേണ്ടി പോകട്ടെ, ഈ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ സമരത്തോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ ഒരു ഇലയനക്കം പോലും ഉണ്ടായില്ല എന്നുള്ള സങ്കടകരമാണ്. ഒരു പക്ഷേ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികളും അതിനോട് ഏതെങ്കിലും നിലക്ക് താതാത്മ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ജെയിംസ്, ഇത് വ്യാപിക്കില്ലേ? ഇത് ലോകം മുഴുവൻ വ്യാപിക്കാനുള്ളതില്ലേ? കാരണം അവിടെ ഭരണകൂടത്തിനെതിരെ ഇത്രയും വിദ്യാർത്ഥികൾക്ക് നിൽക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നിന്നുകൂടാ എന്നുള്ളൊരു ചിന്ത കൂടി ഇതിനുള്ളിൽ ഈ പറഞ്ഞ ആ ഒരു പ്രകാശം കൂടി വരുത്തുന്നില്ലേ അവിടെ? എനിക്ക് തോന്നുന്നത് ഇത് നടക്കേണ്ടത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ്, യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലാണ് നടക്കേണ്ടത്. അതിൻ്റെ കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ ദിവസം ജോ ബൈഡൻ ഇങ്ങോട്ടുള്ളൊരു ഷിപ്മെൻറ്റ് ക്യാൻസൽ ചെയ്തെന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് ബോംബ് കൊടുത്തുവിടണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റഫേൽ നിങ്ങൾ ആക്രമണം നടത്തരുത്, റഫേൽ നിങ്ങൾ ജനസൈഡ് നടത്തരുത്, അവിടെ സിവിലിയൻ ഡെത്ത് കുറയ്ക്കണം. സിവിലിയൻ ഡെത്ത് കുറയ്ക്കണം എന്നുള്ളത് ഒക്ടോബർ തൊട്ടേ ആൻ്റണി ബ്ലിങ്കൻ എല്ലാ ഷട്ടിലും പറയുന്നതാണ് ഇസ്രായേലിനോട്. നിങ്ങൾ സിവിലിയൻ ഡെത്ത് പരമാവധി കാഷ്വാലിറ്റീസ് കുറയ്ക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചിട്ട് പോവാണ്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഓരോ ഷിപ്മെൻറ്റ് ബോംബുകൾ കൊടുത്തു വിടുകയാണ്. അതായത് 2000 ടണ്ണൊക്കെ ഉള്ള ബോംബാണ്. M84 എന്ന് പറഞ്ഞൊരു ബോംബുണ്ട് അമേരിക്കയിൽ. വിയറ്റ്നാം യുദ്ധകാലത്ത് പരീക്ഷിച്ചതാണ്. അത് കൊടുക്കുകയാണ്. അതുകൊണ്ട് എത്ര ഒരു വർഷം അമേരിക്ക ഇസ്രായേലിന് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ് 10-30,000 കോടി രൂപയാണ്. രൂപയുടെ കണക്കിൽ പറഞ്ഞാൽ 30,000 കോടി രൂപയാണ് സൈനിക സഹായമായിട്ട് കൊടുക്കുന്നത്. ഈ സൈനിക സഹായത്തിൽ ഈ ബോംബുകൾ പെടും, ഈ ബോംബുകൾ, മിസൈലുകൾ, സൈനികോപകരണങ്ങളെല്ലാം പെടും. എന്നിട്ട് ഇത് കൊടുത്തിട്ട് ഇവർ പറയാണ് നിങ്ങൾ അത് അവിടെ കൊണ്ട് ഇടരുത്, അവരെ കൊല്ലരുത് എന്ന് പറയുമ്പോൾ ഇത്രയും ഇത്രയും ഗതികെട്ടൊരു ഡബിൾ സ്റ്റാൻഡേർഡ് നമ്മൾ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഷിപ്മെൻറ്റ് തടഞ്ഞു വെച്ചിട്ട് അതിനർത്ഥം അത് കൊടുക്കില്ല എന്നല്ല, ഇത് കൊടുത്തുകൊണ്ടേയിരിക്കും അവർ കൃത്യമായിട്ട്. എന്നിട്ട് ഇവിടെ ഈ സൈഡിൽ കൂടെ വന്നിട്ട് പറയും നിങ്ങളത് സിവിലിയൻസിനെ കൊല്ലാൻ ഉപയോഗിക്കരുത്. അത് 2000 കിലോ വരുന്ന, അതിൽ 2 ടൺ വരുന്ന ഒരു ബോംബ്, ആ ബോംബ് എന്തിനു വേണ്ടിയാണ് ഇടുന്നത്? അങ്ങനെയുണ്ടല്ലോ. ഇപ്പോൾ ആൻ്റണി ബ്ലിങ്കൻ ഈ ഒക്ടോബറിൽ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ചെറിയ ബോംബ് ഇടുക, ഹമാസിനെ കൊല്ലാൻ നിങ്ങൾക്ക് ചെറിയ ബോംബ് വരെ അവിടെ പോയിട്ട് ചെറിയ ബോംബ് ഇട്ട് അവരെ പ്രസിഷൻ ടാർഗറ്റ് ചെയ്തിട്ട് കൊല്ലുക എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അവരൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അവരെന്താണ് വലിയ കെട്ടിടങ്ങൾ തകർക്കുകയാണ്, കെട്ടിടങ്ങൾ തകർക്കുന്നു, കെട്ടിടങ്ങളുള്ള ആളുകൾ കൊല്ലുന്നു. അപ്പോൾ അവരുടെ ലക്ഷ്യം ഹമാസിനെ കൊല്ലല്ല, മനുഷ്യരെ കൊല്ലുക തന്നെയാണ്. എന്നിട്ട് അതിന് എന്ത് ചെയ്യാണ്? അതിന് സൈനിക സഹായം എന്നുള്ള രീതിയിൽ ഈ ബോംബ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫലസ്തീനിൽ നമ്മൾ കാണുന്ന വലിയ സ്ഫോടനങ്ങൾ, വലിയ കെട്ടിടങ്ങൾ തകർക്കുന്ന സ്ഫോടനങ്ങൾ നടന്ന ബോംബുകളെല്ലാം അമേരിക്ക നിർമ്മിച്ചതാണ്. അപ്പോൾ അമേരിക്ക ഒരു വശത്ത് എന്താണ് സമാധാന ദൂതനെ പോലെ ഞങ്ങളിപ്പോൾ പരിഹരിക്കും, ചർച്ച നടത്തും, സമാധാന കരാറുണ്ടാക്കും എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് മറുവശത്തോടെ ഇങ്ങനെ മിലിറ്ററൈസ് ചെയ്യുകയാണ് ഇസ്രായേലിനെ. ഇത് ആ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, അമേരിക്കയിലെ സ്റ്റുഡൻസ് തിരിച്ചറിയുന്നുണ്ട്. ഒരു സ്റ്റുഡൻസിൻ്റെ പ്രൊട്ടസ്റ്റ് നമ്മൾ അറിയാമല്ലോ, എല്ലാ നാട്ടിലും വിപ്ലവം ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്കിടെ നിന്നാണ്. എല്ലായിടത്തും ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്താണെങ്കിലും ഇപ്പോൾ രോഹിത് വെമുല സംഭവത്തെ തുടർന്നുള്ള എല്ലാ റെസ്പോൺസും മോദി ഭരണകൂടത്തിന്, മോദിയുടെ ഫാഷിസത്തിനെതിരായിട്ടുള്ള, മോദി ഭരണകൂടത്തിന്റെ ഫാഷിസത്തിനെതിരെ എന്ന പേരിൽ നടന്നിട്ടുള്ള സമരങ്ങളെല്ലാം നമ്മുടെ യൂണിവേഴ്സിറ്റികളാണ്. CA-ക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റ് നടന്നത് യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ വിദ്യാർത്ഥികളാണ് ആദ്യം സമരരംഗത്തേക്ക് ഇറങ്ങുക. അതിനർത്ഥം ഈ വിദ്യാർത്ഥികൾ തുടക്കം കുറിക്കുന്ന പിന്നീട് സമൂഹത്തിലേക്ക് വ്യാപിക്കും. അതിൻ്റെ ഒരു ഫലം, ഒരു പ്രഭാവം സമൂഹത്തിലുണ്ടാകും. ഇത് യൂറോപ്പിലുണ്ടാകുന്നുണ്ട്, അമേരിക്കയിലുണ്ടാകും. അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ ഇസ്രായേലിനോടുള്ള. ഇസ്രായേൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ മാറുകയാണ്. അങ്ങനെ ഒരിക്കലും ഒരു വിദേശ നയം, അമേരിക്കയുടെ വിദേശ നയം ഒരിക്കലും അമേരിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചയാവാറില്ല. കാരണം ഏതാണ്ട് ഒന്നായിരിക്കും, റിപ്പബ്ലിക്കൻ്റെയും ഡെമോക്രാറ്റുകളുടെയും വിദേശ നയം ഏറെക്കുറെ ഒന്നായിരിക്കും, അവരുടെ ഇസ്രായേൽ നയം ഒന്നായിരിക്കും. പക്ഷേ ഇക്കുറി ഇസ്രായേൽ നയം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുകയാണ്. അപ്പോൾ അവിടെ ജോ ബൈഡനെതിരെ ഡെമോക്രാറ്റ് വോട്ടർമാർ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്കിൽ ആർക്ക് വോട്ട് ചെയ്യും?
അത് ട്രംപിന് ചെയ്താൽ അത് അതിലും വലിയ അപകടമല്ലേ? ഇങ്ങനൊരു ധർമ്മസങ്കടത്തിലാണ് ആ സൊസൈറ്റി ഉള്ളത്. യൂറോപ്പിലും സമാനമായ അവസ്ഥയാണ്. യൂറോപ്പിലും ഏതെങ്കിലും ഒരു രാഷ്ട്രത്തലവന് പരസ്യമായി ഇസ്രായേൽ നടത്തുന്ന ജനസൈഡിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലെ സംഘികൾ ചെയ്യുന്ന പോലെ. എനിക്ക് തോന്നുന്നത് ഇസ്രായേൽ നടത്തുന്ന ജനസൈഡിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ലോകത്തെ ഒരേ ഒരു ജനവിഭാഗം ഇന്ത്യയിലെ സംഘികളായിരിക്കും. വേറെ മാത്രമല്ല നവനാസ്തികരും അവർ രണ്ടുപേരും മാത്രമായിരിക്കും. അത് ഞാൻ രണ്ടിനെ ഒന്നിച്ചാ പറയാം. അത് ഞാൻ രണ്ടായിട്ട് കാണുന്നില്ല. ഞാൻ 15 വർഷം മുമ്പേ കാണുന്നില്ല നവനാസ്തികരെ, അതിൽ നിന്ന് വേറിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു ഒരു ബോധത്തിലേക്ക് ലോകം ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാറ്റം എല്ലായിടത്തും ദൃശ്യം തന്നെയാണ്. അത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ ദാവൂദ് പറഞ്ഞതുപോലെ ഒരുപാട് ഇടങ്ങളിലേക്ക് ഇത് വ്യാപിക്കട്ടെ എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ഈ ഒരു ഗസയ്ക്കെതിരായിട്ടുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ ശബ്ദമുയരട്ടെ എന്നുള്ളതാണ്. ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.